കുറെ വീഡിയോസിൽ ഈ ഒരു മാലയുടെ ലിങ്ക് കുറെ പേര് ചോദിക്കാറുണ്ട്. ഓർമ്മയുണ്ടോന്ന് അറിയില്ല, 1 മില്യൺ ആയ സമയത്ത് ഇത് ഞാൻ എനിക്ക് വേണ്ടി സെൽഫ് ഗിഫ്റ്റ് ചെയ്തതാണ്. അതായത് സംഭവം ഗോൾഡ് ആണ്, നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി എടുത്തതായിരുന്നു. കുറെ പേര് മാലയുടെ ലിങ്ക് ഒക്കെ ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ക്യൂട്ട് ആയിട്ടുള്ള മാലകൾ വാങ്ങിച്ചിട്ടൊന്ന് റിവ്യൂ ചെയ്യാം. ബൈ ദ ബൈ, ഇതൊന്നും പ്രൊമോഷൻ ഒന്നും അല്ലട്ടാ, ഞാൻ കയ്യിൽ നിന്ന് കാശ് മുടക്കി വാങ്ങിച്ച സാധനങ്ങളാണ്. ചില ആൾക്കാർക്ക് ഇതുപോലത്തെ അൺബോക്സിംഗ് ഒക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു വിചാരമുണ്ട് പ്രൊമോഷൻ ആണെന്നുള്ളത്. പക്ഷെ പ്രൊമോഷൻ നെഹി ഹേ. ഈ ഒരു മാല ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്, ചില പേജസിലൊക്കെ ഒടുക്കത്തെ വിലയാട്ടാ. പക്ഷെ ഞാൻ കാണിക്കുന്ന ഈ മാലകളൊക്കെ 94 രൂപ, 150 രൂപ, 200 രൂപ ആ ഒരു റേഞ്ചിലേക്ക് ഉള്ളതാണ്. വാലന്റൈൻസ് ഡേക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ സാധനം. സിംഗിൾസ് ആണെന്ന് പറഞ്ഞ് കമന്റ് ബോക്സിൽ കരയരുത്, സ്വന്തമായിട്ട് അങ്ങോട്ട് വാങ്ങിച്ചാൽ മതി. ഞാൻ ആദ്യം പറഞ്ഞ ആ 94 രൂപയുടെ സാധനമില്ലേ, ആ മാലയാണ് ഈ മാല. മിനിമൽ ജ്വല്ലറി ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയ സാധനമാണ്. ആൻഡ് പിള്ളേരെ, ഈ ഒരു മാലയുടെ പിന്നാലെ ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ. നിങ്ങളിപ്പോ എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അരിച്ചേച്ചി എന്ത് ലക്കിയാ, എന്തൊക്കെ സാധനങ്ങൾ വാങ്ങുന്നു എന്നൊക്കെ പറയാറില്ല. ആ ഒരു കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ 5-ലൊക്കെ പഠിക്കുമ്പോൾ അബ്രോഡുള്ള ക്രിയേറ്റേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ വെള്ളം ഇറക്കി ഇരിക്കുമായിരുന്നു, ഇതൊക്കെ ഞാൻ എപ്പോൾ വാങ്ങിക്കുന്നു പറഞ്ഞിട്ട്. ആ ഒരു ടൈമിൽ ഇതുപോലത്തെ മാലയൊക്കെ അബ്രോഡ് ക്രിയേറ്റേഴ്സിന്റെ കഴുത്തിൽ എപ്പോഴും കാണാറുണ്ട്. നമ്മുടെ നാട്ടിലൊന്നും ഈ സാധനം വാങ്ങാൻ പോലും കിട്ടാറില്ല. അങ്ങനെ ഞാൻ കൊതിച്ചിരുന്ന ഒരു സാധനമാണ് എന്റെ കഴുത്തിൽ ഇപ്പൊ കിടക്കുന്നത്. ആൻഡ് 4ാമത്തെ മാലയെ പറ്റി എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഞാൻ 1399 രൂപയ്ക്ക് ഒരു സൈറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വാങ്ങിച്ചത് 200 രൂപയ്ക്ക്. മേ ബി ക്വാളിറ്റി ഡിഫറൻസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടാവും, ബട്ട് സ്റ്റിൽ 1400 രൂപയ്ക്ക് നമുക്ക് എന്തോരം മാല വാങ്ങി മാറ്റി ഇടാൻ പറ്റും. എന്നാലും ഞാൻ വാങ്ങിച്ച ഈ 4 മാലയും അതിന്റെ പ്രൈസിന് എന്തായാലും വെർത്താണ്. അപ്പൊ ഈ എല്ലാ മാലയുടെ ലിങ്ക് ഇവിടെ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട.